അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇപ്പോൾ ഇറാൻ പുതിയ തന്ത്രം ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് CNN അടക്കം അതുപോലെ ന്യൂയോർക്ക് പോസ്റ്റ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിശീലിപ്പിക്കപ്പെട്ട ഡോൾഫിൻ മത്സ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കാനാണ് ഇറാന്റെ നീക്കം. ഈ കാര്യമാണ് ഇപ്പോൾ CNN ചർച്ചയിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. They're contemplating measures like suicide dolphins, dolphins equipped with mines to try to go after U.S. ships. So that's not a measure which projects real strength. Wait, I'm sorry. How would that even work? They're contemplating measures like suicide dolphins. കടലിൽ ഉപയോഗിക്കുന്ന മൈനുകൾ ഈ ഡോൾഫിൻ മുഖേന അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമാക്കി എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ഇറാൻ നടത്തുന്ന നീക്കം. എങ്ങനെയാണ് ഇറാൻ ഈ ഡോൾഫിനുകളെ ഇതിനുവേണ്ടി പരിശീലിപ്പിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കഴിഞ്ഞ 2000-ലാണ് റഷ്യയിൽ നിന്ന് ഇങ്ങനെയുള്ള പരിശീലിപ്പിക്കപ്പെട്ട ഏതാനും ഡോൾഫിനുകളെ ഇറാൻ വാങ്ങുന്നത്. ഒരുപക്ഷെ ആ വാങ്ങിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം 25 വർഷം കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം വീണ്ടും ഡോൾഫിനുകളെ ഇറാൻ പരിശീലിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ ഈ ഡോൾഫിനുകളുടെ പ്രത്യേകത കടലിന്റെ എല്ലാ ഭാഗങ്ങളെയും നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് അതിന് സോണാർ ശക്തി ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലൊക്കേഷൻ മനസ്സിലാക്കാൻ ഈ ഡോൾഫിന് സാധിക്കും. അതുകൊണ്ട് എവിടെയാണ് അമേരിക്കയുടെ കപ്പലുകൾ ഉള്ളത് അതിന്റെ കീലുകളെ കണ്ടെത്തി അവിടെ കൊണ്ടുപോയി മൈനുകൾ വെച്ച് ആക്രമണം നടത്താൻ ഈ ഡോൾഫിനുകൾക്ക് സാധിക്കുമെന്നതാണ് ഇവിടെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം അമേരിക്കയും റഷ്യയും ഒക്കെ മൈനുകൾ കണ്ടെത്താൻ വേണ്ടി ഡോൾഫിനുകളെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ ഡോൾഫിനുകളെ ആക്രമണത്തിന് വേണ്ടി ഇറാൻ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പോരായ്മ അതൊരു മനുഷ്യനല്ല എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ കപ്പലുകളിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ അതിനെ ഭീതിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താതെ അല്ലെങ്കിൽ മൈൻ അവിടെ ഉപയോഗിക്കാതെ തിരിച്ചു വരാനുള്ള സാധ്യതയെല്ലാം നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് ശത്രുവിന്റെ കപ്പലാണോ അതല്ല മറ്റുള്ള കപ്പലുകളാണോ എന്നിവ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഡോൾഫിനുകൾക്ക് സാധിക്കണം എന്നില്ല. ഈ കാര്യം ഇപ്പോൾ ന്യൂയോർക്ക് പോസ്റ്റ് തന്നെ ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഇറാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാരിൻ കാമിക്കാസി ഡോൾഫിൻ ടു അറ്റാക്ക് US വാർഷിപ്പ് ഇൻ ദി സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്നാണ്. ഹോർമുസ് കടലിൽ ഡോൾഫിനെ ഉപയോഗിച്ച് അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാനുള്ള നീക്കം നടത്തുക എന്നതാണ്. ഇറാൻ ഈസ് റിപ്പോർട്ടഡ്ലി കൺസിഡറിംഗ് യൂസിംഗ് ഡോൾഫിൻസ് ആർമഡ് വിത്ത് മെയിൻസ് to launch kamikaze attack on US warship in the Strait of Hormuz. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധം കാരണം വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇറാൻ ഉണ്ട് എന്നത് സംശയമില്ല. അതുകൊണ്ട് അതിനെ മറികടക്കാൻ ഹോർമുസ് കടലിൽ നിന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളെ അമേരിക്ക ഒരു പ്രത്യേകമായ ലൈനിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ആ ബ്ലോക്കുകളെ തകർക്കാൻ അവിടെ നിൽക്കുന്ന അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നത്. അമേരിക്കയുടെ കപ്പൽ ഏകദേശം 1000 കിലോമീറ്ററിന് അപ്പുറമായിരിക്കും. അവിടേക്ക് മൈനുകളെ എത്തിക്കുക എന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ ഡോൾഫിനുകളെ ഉപയോഗപ്പെടുത്തിയാൽ അത്തരം സ്ഥലങ്ങളിലേക്കെല്ലാം എത്തിക്കാൻ സാധിക്കും എന്നതാണ് ഇറാൻ ഇതിലൂടെ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട വഴി.